ഹായ്, ഞാനേ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോഴേ നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഒരു 10,000-2000 പേരിൽ കൂടുതലുണ്ടായിരുന്നു. നിങ്ങളിൽ കുറച്ച് പേര് മാത്രമേ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പം ലൈക്ക് മാത്രം ചെയ്താൽ മതി. ഞാൻ ലൈവ് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് എത്ര പേര് എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നേ. അതുപോലെ തന്നെ ഞാൻ പാചക വീഡിയോയുടെ കാര്യം ചോദിച്ചായിരുന്നു. ഞാനിപ്പം ലൈവായിട്ട് പാചക വീഡിയോ ചെയ്യുകയാണ്. ഇനി ഇതുപോലെ ലൈവിൽ പാചക വീഡിയോ കാണേണ്ടവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അന്ന് കുറേ പേര്, ഒരു 100 പേര് മോളി വന്ന് ഇതുപോലെ ലൈവിൽ പാചകം ചെയ്ത് കാണിക്കണേ ചേച്ചി, അമ്മ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കാണേലും ഇങ്ങനെ പാചക വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്നത്, അന്ന് ലൈവിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ചേച്ചിക്ക് കിട്ടിയ ഒരു കഴിവല്ലേ, ചേട്ടൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു എന്ന് ഓർത്തോണ്ട് ഒന്നും നിർത്തല്ലേ, ഒരുപാട് ലോങ് ആയിട്ടൊന്നും പറഞ്ഞു തരണ്ട ചേച്ചി, ജാതകം നോക്കുവോ അല്ലെ കല്യാണത്തിന്റെ സമയം കുറിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്നേ. കുടുംബത്തിന് ഐശ്വര്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ഗുണം ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മറന്നു പോകല്ലേ ചേച്ചി, പറയണേന്നും പറഞ്ഞു ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്തൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു കാര്യം പറയാവേ. അതിൻ്റെ അകത്ത് കുറേ പേര് വന്ന് പറഞ്ഞു, നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും ഞങ്ങൾക്കത് നടക്കുന്നില്ല. ഇപ്പോൾ ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവാന്ന് കൂട്ടിക്കോ, അപ്പോൾ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പുള്ളിക്കാരി, ഒരു 42 വയസ്സുള്ള ഒരു പുള്ളിക്കാരിയാണ്. ഹസ്ബൻഡ് മരിച്ചുപോയി. പുള്ളിക്കാരി വിധവാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തേച്ചിട്ട് ചെല്ലുമ്പോഴത്തേന് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോന്ന് പറഞ്ഞു മുടങ്ങി പോവാ. എന്താ ചേച്ചി, എൻ്റെ മനസ്സ് ചത്ത്, എനിക്കിനി ഞാൻ അതിനിനിയും പോകുന്നില്ല, ഇനിയും ചോദിക്കുന്നില്ല, എങ്ങനെയാ വല്ല തൊഴിലുറപ്പും ഒക്കെ എടുത്ത് ജീവിക്കാന്ന് ഓർത്തോണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ, നമ്മുടെ ഏറ്റവും വലിയ കൈമുതല പ്രതീക്ഷ. എല്ലാവരും പറയും നാളെ നമ്മുടേതല്ല, നമ്മൾ ഇന്നൊരു ദിവസമേ നമ്മുടേതുള്ളൂ, നാളത്തേത് നമ്മുടേതില്ല, നാളെ നമ്മൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ കാര്യം നമ്മൾ നോക്കുക, നാളത്തേത് അങ്ങ് വിട്ട് കളയുന്ന. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ജീവനോടുണ്ടേലും ഇല്ലേലും നാളത്തെ കാര്യം നമുക്ക് മുൻപന്തിയിൽ നമ്മൾ കാണണം. അല്ലെങ്കിൽ നാളെ നമ്മുടേതല്ലെന്ന് പറഞ്ഞ് ഇന്ന് കയ്യിലുള്ളത് മുഴുവൻ തിന്നേച്ചും കഴിഞ്ഞിട്ട് നാളെ 1 രൂപ പോലും നമ്മുടെ കാണൊരു അത്യാവശ്യമാണ്. അപ്പം നാളെ നമ്മൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയുള്ളവരായിട്ടിരിക്കണം. നമുക്ക് ആ കാര്യം നടക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചങ്ങ് വിശ്വസിക്കും. നമുക്ക് തന്നെ നമ്മളെ വിശ്വാസമില്ല, പിന്നെ എങ്ങനെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നടക്കും? അതുപോലെ തന്നെ കുറെ ആൾക്കാർ കൂടുന്ന കല്യാണ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ മടി, ആൾക്കാരെ കാണുമ്പോൾ നാണം. അവർ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മുടെ ഭക്ഷണം ഇങ്ങനെ ഇലയിലോട്ട് പോയി വായിലോട്ട് വെക്കുമ്പോൾ വായിലോട്ട് നോക്കുന്നു, അതുകൊണ്ട് ചമ്മല്, ഭക്ഷണം ഇറങ്ങുന്നില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഉള്ളത്? നമ്മളെപ്പോണൊക്കെയുള്ള ആൾക്കാരായി ഫംഗ്ഷനിലൊക്കെ വരുന്നത് അല്ലെ. ഒരു അമ്പലത്തിൽ പോകുമ്പം ബുദ്ധിമുട്ട്, പൊതുസ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പാട്, അവർ 2 പേര് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ മാനസിക പ്രശ്നം, സംസാരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കണം. നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും, അതായത് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മാനക്കേട് തോന്നുന്ന രീതിയിലുള്ള തെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് തല കുനിക്കേണ്ടി വരുള്ളൂ. നമ്മുടെ ശരീരത്തല്ല നാണം, നമ്മുടെ മുഖത്താ നാണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, 10,000 കൂടിയാലും ഇതേ നമ്മുടെ തല ഇങ്ങനെ നൂർന്ന് തന്നെ ഇരിക്കും. ഇല്ലെങ്കിലാണ് ഒരു 2 പേരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തല താത്തേണ്ടതും ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് മറുപടി ആകുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അതിന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സമയം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മുടെ കൈയും മുഖവും ഒക്കെ കഴുകിയിട്ട് വന്നിട്ട്, പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയോ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് വന്നേച്ചിട്ട് നമ്മൾ കണ്ണാടി നോക്കണം. നമ്മൾ നമ്മളെ തന്നെ നോക്കണം. തലേദിവസം വൈകിട്ട് കിടക്കുമ്പോഴും എന്ത് ചെയ്യണം? രാത്രി കിടക്കാൻ നേരത്തും കണ്ണാടി നോക്കിയിട്ട് വേണം കിടക്കാൻ. കിടക്കുമ്പം പറയണം, നാളെ നേരം വെളുക്കുമ്പം ഞാൻ ഇപ്പം കിടന്നുറങ്ങുന്നതിലും സ്മാർട്ടായിട്ട് രാവിലെ എഴുന്നേറ്റിരിക്കും, ഒന്നുകൂടെ ആരോഗ്യവതിയായിട്ടിരിക്കും, ഒന്നുകൂടെ ചെറുപ്പമായിട്ടിരിക്കും, ഞാൻ ഒരു രോഗത്തിനും അടിമപ്പെടത്തില്ല എന്ന് നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട്. ഇതുപോലെ വേണം എല്ലാവരും നേരം വെളുത്തും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ഞാൻ ഇന്ന സാറിനെ കണ്ട് സംസാരിക്കും, എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിരിക്കും, എനിക്കത് പറയാൻ പറ്റും എന്ന് നമ്മൾ പല ആവർത്തി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കണ്ണാടി നോക്കിയിട്ട് പറയുക.
അതുപോലെ തന്നെ നമ്മളെ ഒരു പരിപാടിക്ക് വിളിച്ചു. ഞാനെന്തിനാ നാണിക്കുന്നേ? മറ്റുള്ളവരും എന്നെ പോലെ തന്നെയാണ്. അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു എനിക്ക് അവിടെ ചമ്മി മാറി നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു ജോലിയുടെ ആവശ്യത്തിന് എനിക്ക് ആ ജോലി കിട്ടും, എനിക്കത് കിട്ടണം, ഞാൻ അതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ പല ആവർത്തി നമുക്ക് മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ കണ്ണാടി നോക്കി നമ്മളോട് തന്നെ പറഞ്ഞൊന്ന് ശീലിച്ച് നോക്കിക്കേ. ഉറപ്പായിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. എല്ലാ പ്രശ്നങ്ങളും ആദ്യമേ ഉണ്ടല്ലോ, നമ്മുടെ ഈ സഭാകമ്പമാണ് നമ്മൾ മാറ്റേണ്ടത്. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് എവിടെ ചെന്നാലും പരാജയമുള്ളൂ. നമ്മളൊരു 10 പേര് കൂടി ക്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫ്രണ്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പം പുറകിലോട്ടൊന്ന് നോക്കി കഴിയുമ്പോൾ ഈ ഒത്തിരി ക്യൂ നിൽക്കുവാണല്ലോ, എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷൻ തോന്നുന്നു. ഉടനെ ഏറ്റവും ബാക്കിൽ പോയി നിൽക്കുക. എപ്പോഴും ബാക്കി സീറ്റ് പിടിക്കാൻ നോക്കിയാൽ നമ്മൾ എപ്പോഴും പുറകിൽ കിടക്കും. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ മുൻപന്തിയിലായിരിക്കണം. എനിക്ക് മുമ്പിൽ നിൽക്കണം, എനിക്ക് മുമ്പിൽ കയറണം എന്നൊരു മൈൻഡ് ഉള്ളവർക്കേ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് മുമ്പിൽ ചെല്ലാൻ പറ്റുള്ളൂ, നമുക്ക് എല്ലാ കാര്യങ്ങളിലും എത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നാളെ തൊട്ട് വൈകിട്ട് കിടക്കുമ്പോഴും കണ്ണാടി നോക്കി നിങ്ങളുടെ കാര്യം പറയുക, രാവിലെ ഏൽക്കുമ്പോഴും പറയുക. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ തന്നെ നല്ല പവർ ഉള്ളവരാക്കിയെടുക്കാൻ കണ്ണാടി നോക്കി സംസാരിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും കണ്ണാടി നോക്കി സംസാരിച്ച് ശീലിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലും ഇനി തൊട്ടിങ്ങനെ ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തവരും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.